الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. لا حول. حي على الصلاة. حي على الفلاح. حي على الفلاح. لا حول. الله أكبر. الله أكبر. الله أكبر. لا إله إلا الله. لا إله إلا الله رسول ذلك إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന
അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൽ പുലർത്തി സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാതൃകാ പുരുഷനായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. ആ പ്രവാചകന്റെ ജീവിതം തിരിച്ചൊന്നും ചോദിക്കാതെ മറിച്ചൊന്നും ചിന്തിക്കാതെ അനുധാവനം ചെയ്യണം, അന്ധമായി അനുകരിക്കണം എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നു കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ എടുക്കണം, അത് സ്വീകരിക്കണം. അത് വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വിലക്കിയിട്ടുള്ള എന്ത് കാര്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യണം. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് ഇവ രണ്ടും. റസൂലുള്ള എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കുക. അത് ഹദീസുകൾ കേൾക്കുമ്പോൾ തങ്ങളുടെ ബുദ്ധിക്കോ യുക്തിക്കോ അല്ലെങ്കിൽ കാലഘട്ടത്തിനോ സമൂഹത്തിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും സ്വീകരിക്കാം എന്നുള്ള നിലപാട് അത് യഥാർത്ഥ മുസ്ലിമിൻ്റെതല്ല. അതുകൊണ്ട് എല്ലാം സ്വീകരിക്കണം, അന്ധമായി അനുകരിക്കണം എന്നർത്ഥം. റസൂലുള്ള പറഞ്ഞു, എന്നാൽ ഞാനത് കേൾക്കുന്നു, അനുസരിക്കുന്നു. അതാണ് ഇസ്രാ മിറാജ് പോയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. റസൂലുള്ള പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലെ പള്ളിയിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിൻ്റെ 7 ആകാശങ്ങൾ വാനലോകങ്ങൾ കഴിഞ്ഞ് അള്ളാഹിനോട് തിരിച്ചു വന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ അത് സംഭവിച്ചതാണ്, അതിൽ പിന്നെ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് നല്ലതല്ലാത്തതാണ്. നമ്മുടെ കുടുംബത്തിന് നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല, ആർക്കും നല്ലതല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളും ആ പ്രവാചകനെ കുറിച്ചും ആ പ്രവാചകനെ എന്തിനാണ് അള്ളാഹു അയച്ചത് എന്നുള്ളതെല്ലാം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രവാചകനിലൂടെ മതം പൂർത്തിയാക്കി തന്നു എന്ന് റബ്ബ് നമുക്ക് തെര്യപ്പെടുത്തി തന്നു. എന്നാണ് ഈ പ്രവാചകൻ ജനിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ജനിച്ചത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്തിലല്ല അഭിപ്രായ വ്യത്യാസം. സമയത്തിലുണ്ട്, കേവലം സമയത്തിൽ മാത്രമല്ല എന്നർത്ഥം. ദിവസത്തിൽ മാത്രമാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസത്തിലും അതിലപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിൽ വരെ അഭിപ്രായ വ്യത്യാസമാണ്. ദീനിൽ ഒരു ദിവസം കൊണ്ടാടണമെങ്കിൽ, ഇബാദത്തായിക്കൊണ്ട് ജനങ്ങൾ ശ്രദ്ധിച്ചു പോരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 570-ലാണോ, ക്രിസ്താബ്ദം 570-ലാണോ, അതല്ല 571-ലാണോ, ആനക്കലഹ വർഷമാണോ, അതല്ല മറ്റേതെങ്കിലും വർഷങ്ങളിലാണോ എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമേതാണ്? 5 അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. ഒന്ന് മുഹറത്തിലാണ്, സഫറത്തിലാണ്, റബീഉൽ അവ്വലിലാണ്, അതേപോലെ തന്നെ റജബിലാണ്, റമദാനിലാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച തീയതിയിലും ഇതേപോലെ തന്നെ 10ഓളം അഭിപ്രായങ്ങളുണ്ട് എന്നാ റസൂലുള്ളാഹി ജനിച്ചത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച എന്ത് ചെയ്യണം? തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണം. തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു തന്നു. കാരണം അത് ഇബാദത്താണ്. നോമ്പെന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യ സമൂഹങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇബാദത്ത് പഠിപ്പിച്ചു. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ? ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? റസൂലുള്ളാഹി നോമ്പ് വിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രബലമായ സുന്നത്ത് നോമ്പായിട്ട് അത് നോറ്റുകൊണ്ടിരിക്കുന്നു. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അതല്ലാത്ത ഒരു പ്രത്യേകതയും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഉള്ള പ്രത്യേകത തന്നെ പട്ടിണി കിടക്കാനാണ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാനാണ് എന്നുള്ളത് നമ്മൾ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? 99.4% പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ചെറിയ ചില്ലറ അതിനുശേഷമുള്ള 1-2 അഭിപ്രായങ്ങൾ, വളരെ ദുർബലമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിനം അത് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇവിടെ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12 നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലാണ് സന്തോഷം യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം ഉറപ്പുള്ള ദിവസം അതാണ് എന്നുള്ളത് നമുക്ക് ചരിത്രം പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ വിശദമായി പറഞ്ഞു. എല്ലാത്തിനേക്കാളുമേറെ നമ്മുടെ ഭൂമിയിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആരോടൊക്കെ നമുക്ക് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തിനൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ, പ്രേമമുണ്ടോ, അതിനേക്കാളേറെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹിയെ പ്രേമിക്കലല്ല, ഇഷ്ടപ്പെടലാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ് ഇഷ്ടം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീഉ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതാശകലമാണ്. തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീഉ. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു, നിനക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു, ഹുബ്ബാണെന്ന് പറയുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ ധിക്കരിക്കുകയും ചെയ്യുന്നു. ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ റബ്ബിനെ നീ അനുസരിക്കുമായിരുന്നു, ആ റബ്ബിന്റെ വിധിവിലക്കുകളിൽ നീ മുഖം കൊടുക്കുമായിരുന്നു. റബ്ബിന് പൊരുത്തമുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്ന് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരാണ്. അപ്പോൾ ഒരാളെ ഇഷ്ടമുണ്ട് എന്ന് പറയും, മാതാപിതാക്കളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം കേൾക്കും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. അല്ലാതെ അവരെ ധിക്കരിച്ചിട്ട് ഞാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകൾ ഒഴിവാക്കാൻ പറഞ്ഞു, മതത്തിൽ പുത്തനാചാരങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. അതൊക്കെ എടുത്ത് പുലുകിക്കൊണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് വിസമ്മതിച്ചവർ? നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആരാണ്? മൻ അതാഅനി ദഖലൽ ജന്ന, ഞാൻ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നത് എന്നെ ആര് അനുസരിച്ചുവോ, എന്നെ ആരാണോ അനുസരിച്ചത് അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ആര് ധിക്കരിച്ചുവോ അവരാണ് നരകത്തിന്റെ അവകാശികൾ, അഥവാ അവരാണ് വിസമ്മതിച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ജീവിച്ച പോലെ സഹാബത്ത് ജീവിച്ചത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ് ആ സഹാബത്ത് ജീവിച്ചത്. അപ്പോൾ ആ സഹാബത്ത് എന്ത് ചെയ്തോ അതാണ് സഹോദരന്മാരെ നമുക്ക് മാതൃക. മറ്റേതെങ്കിലും ഷിയാക്കളോ അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ വന്ന ആളുകളോ ചെയ്തതല്ല മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്ന് മാത്രമല്ല, ഇവിടെ നബിദിനാഘോഷത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച റബ്ബിലേക്ക് ഉയർത്തുന്ന പദ്യശകലങ്ങളും അതേപോലെ തന്നെ പ്രമാണമായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല, നബി മരിച്ചിട്ടില്ല. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുആകൾക്ക് ഉത്തരം ചെയ്യാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കേൾക്കുന്നു. എന്ത് പ്രയാസമുണ്ടെങ്കിലും നീക്കാൻ സാധിക്കുന്ന പ്രവാചകന് നീക്കാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളാണ് നമ്മൾ ആരുടെ അടിമകളാണ്? റസൂലുള്ളാഹിന്റെ അടിമകളാണ്. ഇങ്ങനെ ഇക്കോലത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടാണ്, ആ പദ്യങ്ങളും ഗദ്യങ്ങളും ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മൗലിദാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം പൊറുക്കാൻ വേണ്ടി പറയുന്നു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളാണ് നമ്മൾ. പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തി. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ ഫഅഗ്ത്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ. റസൂലേ, അങ്ങയുടെ അടിമയാണ് ഞങ്ങൾ, അങ്ങയുടെ അടിമയാണ് ഞാൻ. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു, അങ്ങയുടെ ഔദാര്യമാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഔദാര്യം, അങ്ങയുടെ കടാക്ഷം എന്നിൽ ഉണ്ടാകണേ. അതുകൊണ്ട് അതേപോലെ തന്നെ ഫഅഗ്ത്നി, എന്നെ സഹായിക്കണേ. വഅജിർനി യാ മുജീറു മിനസ് സഈരി, നരകത്തിൽ നിന്ന് കാക്കുന്ന പ്രവാചകരെ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ, എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ, എന്നെ ഏറ്റെടുക്കണേ നബിയെ എന്ന് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പള്ളി മിനാരങ്ങളിൽ നിന്നും റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണോ റബ്ബ് അയച്ചത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനും പഠിപ്പിക്കാനും അത് സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്ന ആദർശമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ഇങ്ങനെ മൗലൂദാഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിർക്കും ബിദ്അത്തും കൊടികുത്തി വാഴുകയാണ്. ദീനിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഇതിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഇതിൽ ആരെങ്കിലും ഈ പറയപ്പെട്ട ബിദ്അത്തിൽ ഭാഗവാക്കാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനിനെ തകർക്കുന്ന കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിക്കണം. അന്നം കൊടുക്കലല്ലേ, അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടലല്ലേ, മദ്ഹ് പാടുന്നതിനെതിരല്ല. അത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള, അദ്ദേഹം പാടിയിട്ടുള്ള ഒരു കവിത നമ്മൾ പാടുകയുണ്ടായി. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചൊല്ലിയിട്ടുള്ള കവിത റസൂലുള്ളാഹിന്റെ സഹാബത്തോ അല്ലെങ്കിൽ താബികളോ ആരെങ്കിലും കൂലി കിട്ടാൻ വേണ്ടി ചൊല്ലിയിട്ടുണ്ടോ? ചൊല്ലിയിട്ടില്ല. ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു കവിത? ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ് പാടിയതാണല്ലോ, അതുകൊണ്ട് കൂലി കിട്ടാൻ വേണ്ടി ചൊല്ലിക്കണോ? ചൊല്ലിയിട്ടില്ല. അപ്പൊ സഹോദരന്മാര്, മദ്ഹ് പറയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട ഒരാൾ, ഒരു കവി മദ്ഹ് പറയുന്നതോ അതേപോലെ തന്നെ അത് പാടുന്നതോ അതിന് കുറ്റമുള്ള കാര്യമല്ല. അങ്ങനെ പറഞ്ഞാൽ ആ ഒരു മഹബത്തിന് കൂലി കിട്ടുകയും ചെയ്യും, അതിലൊന്നും സംശയമില്ല. കാരണം റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു ലേഖനം എഴുതി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കവിത എഴുതി, കൂലി കിട്ടൂലേ? കൂലി കിട്ടും, യാതൊരു സംശയവുമില്ല. പക്ഷെ മദ്ഹ് എന്ന പേരിൽ ഇവിടെ കുഫറും ശിർക്കുമാണ് വിറ്റയിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോ ജന്മദിനാഘോഷത്തിന്റെ ബിദ്അത്തുകളും അതേപോലെ തന്നെ അതിന്റെ കുഫറും അതിന്റെ പ്രവർത്തനങ്ങളും ഇങ്ങനെ ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, സഹാബത്ത് അറിയാത്ത, അതേപോലെ തന്നെ സലഫ് സ്വാലിഹികൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പുത്തൻ ആചാരം ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിറ്റ് കാശാക്കുകയാണ്.
റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ തിരുകേശമാണ്, മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് എന്താണ് ആ മുടിയുടെ പ്രത്യേകത? ആ മുടി ഈ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മതസംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് പറയുകയാണ്, ആ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറയപ്പെടുന്ന ആ വസ്തു അത് 1/2 സെന്റിമീറ്റർ നീളം വെച്ചിട്ടുണ്ട് അത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ, തിരുശേഷിപ്പുകൾ, റസൂലുള്ളാഹിന്റെ മുടിയാകട്ടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രമാകട്ടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പാകട്ടെ, അതിന് ബറക്കത്തുണ്ടോ? ബറക്കത്തുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഇന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിലെ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒരുപോലെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാകട്ടെ, വസ്ത്രമാകട്ടെ, ഒന്നും ഇന്ന് യഥാർത്ഥ സനദോടുകൂടി ഒന്നുമില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പറയുന്ന, ഇത് കേൾക്കുമ്പോൾ, ഇത് ചർച്ചയാകുമ്പോൾ ഇതിനെ നിഷേധിക്കുന്ന ആളുകളുടെ സഹോദരന്മാര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് എന്താ പ്രത്യേകത? റസൂലുള്ളാഹിന്റെ മുടിക്ക് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് സഹാബത്ത് സൂക്ഷിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ മുടി വെട്ടുന്ന സമയത്ത് സഹാബത്ത് സൂക്ഷിച്ചിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ wudu എടുക്കുന്ന സമയത്ത് ആ വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് തിരക്ക് കൂട്ടിയിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ശേഖരിച്ചിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസിലുണ്ടോ? ഉണ്ട്, വ്യക്തമായ സ്വഹീഹായ ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ല. അത് ബറക്കത്തായി അവർ ഉപയോഗിക്കുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അത് അംഗീകാരമാണ്. പക്ഷെ അത് ഇന്നുണ്ടോ? ഇന്നില്ല. ചരിത്രത്തിൽ എവിടെയുമില്ല, പലയിടത്തും ഉണ്ട് എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട ആളുകൾ, ദീനിനെ വിറ്റഴിക്കുന്ന ആളുകൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു തെളിവില്ല എന്നർത്ഥം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്നുള്ളതിന് ഒരു തെളിവില്ല. എന്നിട്ട് അത് വളരുന്നു അത്രേ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് വളർന്നത്. 1500 വർഷമായി അങ്ങനെയാണെങ്കിൽ വളരണ്ടേ? മീറ്ററുകളോളം വളരണം. അങ്ങനെ വളരുമോ? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. എന്നിട്ട് വെള്ളം വിതരണം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ആ വെള്ളത്തിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തിൽ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലുള്ള പൊടി അത് വരണ്ടിയെടുത്ത് ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് ആ വെള്ളത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കുള്ളിലൂടെ ഉള്ളിൽ നിന്നും മുഅസ്സത്തായിക്കൊണ്ട് വെള്ളം നിർഗളിച്ചിരുന്നു എന്ന ഹദീസിലുണ്ട്. ആ വെള്ളവും ഉണ്ട്. ഇതെല്ലാം മിശ്രിതമാക്കിയിട്ടുള്ള പ്രത്യേകതരം ലായനിയാണ് ഇവിടെ കോഴിക്കോട് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുകയാണ്, മതത്തെ പരിഹസിക്കുകയാണ്, മതത്തെ വികൃതമാക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുമ്പോൾ തക്ബീർ വിളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ ഇത്രയധികം വികലമാക്കുന്ന ഒരവസ്ഥാവിശേഷം ജൂത ക്രിസ്ത്യാനികൾ പോലും ഇത്രയധികം വികലമാക്കിയിട്ടുണ്ടാവുകയില്ല. ഇതൊക്കെ ദീനിൻ്റെ പേരിലാണ് നടക്കുന്നത്. റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുടിയും അതേപോലെ തന്നെ ഒരു പൊടിയും ഒരു പാത്രവും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിന്നും ബറക്കത്തെടുക്കാനും അതേപോലെ തന്നെ അതിലൂടെ സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തം. അള്ളാഹിന്റെ ദീന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് ഉത്തരവാദിത്തം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് ശരിക്കും പഠിക്കുകയും അതേപോലെ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം. നെല്ലും പതിരും വേർതിരിയണം. നെല്ലും പതിരും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നർത്ഥം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ചരിത്രം, നബി ചരിത്രം, പണ്ഡിതന്മാര് മക്കളെ വളർത്തുന്ന വിഷയം പറഞ്ഞപ്പോൾ, തെർബിയത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ, അഥവാ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, മുൻഗാമികൾ എങ്ങനെയാണ് മക്കളെ വളർത്തിയത്, ഒരുപാട് കാര്യങ്ങൾ എണ്ണി അവർ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് റോൾ മോഡലാവണം, വിശദമായി പറയേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ സംഗതിയാണ് മക്കൾക്ക് പ്രവാചകന്മാരുടെ ചരിത്രം, വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നും ചെയ്യേണ്ട, റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവർക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി.
നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് സഹോദരന്മാരെ? കേവലം മദ്രസയിൽ നിന്നൊരു ചരിത്രം എന്നുള്ളത് പഠിക്കുക എന്നല്ലാതെ പഠിച്ചോ എന്ന് നമുക്കറിയില്ല. മദ്രസ പോയിട്ടുണ്ടോ നമ്മളെ മക്കൾ കാര്യമായിട്ട് വേണമെന്നുള്ള നിലക്ക്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ വായിച്ചിട്ടുണ്ടോ ഒരാവർത്തി? കഴിഞ്ഞ ഖുത്ബയിലും ഇതേപോലെ ഞാൻ നിങ്ങളോട് ചോദിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാനും നിഷേധിക്കാനും ഈ ചരിത്ര പഠനമില്ലാത്തത് കൊണ്ടാണ്, റസൂലുള്ളാഹിനെ പഠിക്കാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും ഈ ചരിത്ര പഠനമില്ലാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിക്കുക എന്ന് പറയുന്നത് ചരിത്രം പഠിക്കലാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ദീനെ എന്താണ് എന്നുള്ളത് അതിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കുക. ഈ വിദഅത്തിൻ്റെയും ശിർക്കിൻ്റെയും ഖുറാഫാത്തിൽ നിന്നും മാറി നിൽക്കാനും ദീനെ പഠിച്ച് ജീവിതത്തിൽ പകർത്തി ദഅവത്ത് നടത്താൻ, തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ദഅവത്ത് നടത്താനും നമുക്ക് സാധിക്കണം. അതാണ് ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന, ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും നല്ല വാക്ക്. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. അതിനെ ഒരു പ്രവാചകനാകണമെന്നില്ല, തന്നെ കൊണ്ടാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ എങ്ങനെയാണോ അള്ളാന്റെ ദീനിൽ നിന്നും ബല്ലിഗു അന്നി വലൗ ആയ, അള്ളാന്റെ പ്രവാചകന്റെ വാക്കാണ്, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്ക്. ഒരായത്തെങ്കിലും, ഒരു സന്ദേശമെങ്കിലും, റസൂലുള്ളാഹിയുടെ ഒരു സന്ദേശമെങ്കിലും അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് ആ നിലക്ക് ജീവിച്ച് മുന്നോട്ട് പോവുകയും പരലോകത്ത് വിജയം വരിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒട്ടനേകം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തേടാനും പ്രാർത്ഥിക്കാനും ഒരു മുസ്ലിമിൻ്റെ നിലപാടായി പ്രഖ്യാപിക്കുവാനും പ്രവാചകന്മാർ പ്രഖ്യാപിച്ച നിലപാടായിക്കൊണ്ടും അവരുടെ പ്രാർത്ഥനയായിക്കൊണ്ടും പറഞ്ഞ കാര്യമാണ്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. പടച്ചറബേ, എന്നെ മുസ്ലിങ്ങളിൽ ചേർക്കണം, എന്നെയും എൻ്റെ മക്കളെയും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാക്കണം. പടച്ചറബേ, ഇസ്ലാമോടുകൂടി തവഫനി മുസ്ലിമൻ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണം. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഒരു മാർഗദർശനത്തിൻ്റെ പേരാണ്, ഒരു ശരിയായ റൂട്ടിൻ്റെ പേരാണ്. ആ റൂട്ട്, ഇസ്ലാം എന്ന റൂട്ട്, അത് തെളിമയാർന്നതാണ്, സ്വച്ഛമായതാണ്, പ്യുവറാണ്. അതിലൊരു കലരലില്ല. മറ്റൊരു മതത്തിൻ്റെ ഒന്നും അതിലേക്ക് കലരുന്ന പ്രശ്നമില്ല. അതിലേക്ക് മെമ്പർഷിപ്പ് പൂർണ്ണമായി എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വേറൊരു മതത്തിൻ്റെ ഒന്നും, വേറൊരു മതത്തിൻ്റെ ആഘോഷമാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ചെയ്തികളാകട്ടെ, അവരുടെ വസ്ത്രധാരണ രീതികളാകട്ടെ, ഒന്നും അവൻ കടമെടുക്കൂല. യഥാർത്ഥത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. അതാണ് ജദ്ദിദു ഈമാനക്കും. ഈമാൻ പുതുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഈമാനിന് നുരുമ്പൽ വരും. ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാലം ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് ഈമാനിന്റെ പുതുക്കലാണ്. സഹാബത്ത് പരസ്പരം കൂടുമ്പോൾ നജ്ലിസ് നുഅ്മിൻ സാഅ, കുറച്ചൊന്ന് ഇരിക്ക്, നമ്മൾ ഇന്ന് ഈമാൻ കൂട്ടാം, സഹാബത്ത് പറയും. ഇത് മെമ്പർഷിപ്പ് പുതുക്കാണ് സഹോദരന്മാരെ. നമ്മുടെ ഈമാനും നമ്മുടെ ആദർശവും അത് ജീവസുറ്റതാക്കാണ്. നോക്കൂ, സൂറത്തുൽ ബഖറയിൽ 128 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശ പിതാവിന്റെ പ്രാർത്ഥനയായിക്കൊണ്ട്, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക, പടച്ച റബ്ബേ, വജഅൽനാ, ഞങ്ങളെ ആക്കണേ, മുസ്ലിമൈനി ലക, എന്നെയും എൻ്റെ മകനെയും നിനക്ക് കീഴ്പ്പെട്ട ആളുകളാക്കണേ, മുസ്ലിങ്ങളാക്കണേ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകളാക്കണമേ. ഒമിൻ ദുർരിയ്യത്തിന്, അവരുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും, ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെട്ട, നിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന
ഇസ്ലാമായി ജീവിക്കുന്ന ആളുകൾ, അതിൽ വേറൊരു കലർപ്പുമില്ല. അരിന മനാസിക്കന ഒത്തുബ അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് പ്രാർത്ഥന എടുത്തു നോക്കൂ, മക്കളെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാകും. പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ചേർത്തി പറഞ്ഞു, എൻ്റെ മക്കളെയും. എന്നെ മുസ്ലിമാക്കി റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ചേർത്തി പറഞ്ഞു, എൻ്റെ മക്കളെയും. അള്ളാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിമെ, ഞാൻ നിന്നെ നേതാവാക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പടച്ചോനെ എൻ്റെ മക്കളെയും തെരഞ്ഞെടുക്ക്, എൻ്റെ മക്കളെയും തെരഞ്ഞെടുക്ക്. ഏത് പ്രാർത്ഥനയിലും, ഏത് തേട്ടത്തിലും, ഏത് അവസരം കിട്ടിയപ്പോഴും ഞാൻ ജനങ്ങൾക്ക് നിന്നെ ഇമാമാക്കിയിരിക്കുന്നു, ലിന്നാസി ഇമാമൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ പടച്ചോനെ എൻ്റെ മക്കളെയും ഇമാമാക്കി റബ്ബേ. നമ്മളൊക്കെ എത്രയാണ് സഹോദരന്മാരെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ പരലോകത്തിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. രണ്ട് വിഷയത്തിലും പ്രാർത്ഥിക്കണം. പടച്ചോനെ, കുടുംബസമേതം എൻ്റെ മക്കളുടെ കൂടെ സ്വർഗം കിട്ടണം, എൻ്റെ ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലെത്താൻ, അവരുടെ ഈമാനിന്റെ കാര്യത്തിൽ, അവരുടെ ഇസ്ലാമിന്റെ കാര്യത്തിൽ, അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഇവിടെ ഇസ്ലാമാകണം, മുസ്ലിമീങ്ങളാക്കണം. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിക്കണം, ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സൂറത്ത് സുമറിൽ പറഞ്ഞു, ഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഒന്നാമനാകാൻ, ഒന്നാം റാങ്കുകാരനാകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പ്രവാചകന്റെ വർത്തമാനം. പിന്നെ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, എനിക്ക് എൻ്റെ ആദർശമുണ്ട്, എനിക്ക് എൻ്റെ നിലപാടുണ്ട്. അത് മറ്റുള്ളവരുടെ കടമെടുക്കാനുള്ളതല്ല, ആരുടെയും കൂടെ കൂടാനുള്ളതല്ല. ഇവിടെ ഓണാഘോഷം വരുന്നു. ഈ ഓണാഘോഷം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന അതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ ആചാരമാണ്. ഹൈന്ദവ സന്യാസിമാരും അതേപോലെ തന്നെ അതിൻ്റെ ആളുകൾ അത് പറയുന്നുണ്ട്, അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറയുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. കൃത്യമാണത്. മുസ്ലിമിനെ സംബന്ധിച്ചുള്ള ആഘോഷിക്കാൻ പാടില്ല. അതിലൊരു തീവ്രതയുമില്ല, അതിലൊരു ഭീകരതയുമില്ല, പക്ഷപാതിത്വമില്ല. ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുണ്ട്. ഒരു ഹൈന്ദവരായിട്ടുള്ള അവരുടെ അമ്പലങ്ങളിൽ ഒരു മുസ്ലിം കയറാൻ പാടില്ല. അപ്പൊ ഒരു മുസ്ലിം ഭാഷ പിടിക്കാൻ, എന്താ എനിക്ക് കയറാൻ പറ്റാത്തത്? ഒരു ഹൈന്ദവനായിട്ടുള്ള ആൾക്ക് മുസ്ലിം പള്ളിയിൽ വേണമെങ്കിൽ കയറാം, ആവശ്യമുണ്ടെങ്കിൽ കയറാം. അപ്പൊ ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾക്ക് കയറാലോ, നിങ്ങളെ അമ്പലത്തിൽ എന്താ ഞങ്ങൾ കയറാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റൂല. അത് അവരുടെ നിലപാടാണ്, അത് അംഗീകരിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ഹൈന്ദവൻ മാലയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമമുണ്ട്. അതേപോലെ തന്നെ എന്ത് കഴിക്കണമെന്ന് നിയമമുണ്ട്. അത് ഓരോ മതത്തിനുമുണ്ട്, ഓരോ രാഷ്ട്രീയക്കാരനുമുണ്ട്. എല്ലാവരും ശരിയാണെന്നാണോ? ഇവിടുത്തെ വലതുപക്ഷക്കാരും പറയാം, നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും, ഞങ്ങളും നിങ്ങളും എല്ലാവരും ഒരു വിഷയത്തിലെടുത്ത നിലപാട് ശരിയാണ്, അങ്ങനെ പറയോ? ഇല്ലല്ലോ. ഇടതുപക്ഷക്കാരൻ്റെ നിലപാടുണ്ട്, വലതുപക്ഷക്കാരൻ്റെ നിലപാടുണ്ട്. ഇവിടുത്തെ ഈ നാടിനെ ഇല്ലാതാക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ആളുകൾ, സംഘപരിവാർ ശക്തികൾ, അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ നിലപാടുണ്ട്. എല്ലാ നിലപാടും ശരിയാണെന്ന് പറയലുണ്ടോ? ഇല്ല. അവർ രാഷ്ട്രീയക്കാരനുണ്ട്, അതേപോലെ തന്നെ മതത്തിലുണ്ട്, അതിൽ തീവ്രതയുമില്ല. എന്നാൽ എല്ലാവരും എൻ്റെ നിലപാടിലായിരിക്കണം എന്നാലേ ഇവിടെ പറ്റൂ, അതാണ് തീവ്രത. പറ്റില്ല. ഓരോരുത്തരനുസരിച്ച് ജീവിക്കട്ടെ. അതിന് നമ്മൾ നമ്മുടെ നാട് അവകാശം കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയോട്, മുഹമ്മദേ, നീ ഇപ്പൊ പറയുന്ന സംഗതി നിർത്തിവെക്കണം. നിനക്ക് എന്താ ആവശ്യം? മാലൻ, നിനക്ക് സമ്പത്ത് തരാം. അതേപോലെ തന്നെ നിനക്ക് നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചു തരാം. നീ ആഗ്രഹിക്കുന്ന കുട്ടികളെ 1 2 കണക്കില്ലാതെ കെട്ടിച്ചു തരാം.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾ ആളെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ, തരുണീ മണികളെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം, ഞങ്ങൾ നിന്നെ നേതാവാക്കാം, നിനക്ക് ഞങ്ങൾ സമ്പത്ത് തരാം, എല്ലാ ഓഫറും, ദുനിയാവിൻ്റെ സർവ്വ ഓഫർ കൊടുത്തു. അധികാരം, സമ്പത്ത്, പെണ്ണ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളായി മനുഷ്യന്മാർ കാണാറുള്ളത്, എല്ലാം കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത്? കുഫ അൻ ശത്മിൽ ആലിഹത്തിന, ഞങ്ങളെ ദൈവങ്ങളെക്കുറിച്ച് അവരാരാധിക്കാൻ പാടില്ല, അവർക്ക് കഴിവില്ല, ആ പറച്ചിൽ ഒന്ന് ഒരു മട്ടത്തിന് ഒന്ന് കുറക്കണം. ഫലാത്തത് കുർഹാ ബിസൂഇൻ, അവരെ കുറിച്ച് അങ്ങനെ പറയരുത്, അവർക്ക് കഴിവില്ല, ഓല ആരാധിക്കാൻ പാടില്ല, അത് പറയരുത്. എന്ന് മാത്രമല്ല, പിന്നെ അവരെ കാണുമ്പോൾ ഒരു ചെറിയ ആരാധനാഭാവം, നീ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിച്ചോളാം, ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, കുറച്ച് അവിടുന്ന് എടുക്കുക, ഇവിടുന്ന് കുറച്ചെടുക്കുക. ഇപ്പൊ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്, എല്ലാ മതത്തിൽ പെട്ടതും മാപ്പിള ചെയ്യാണ്. ഓണത്തിന്റെ പേരിൽ സെറ്റ് മുണ്ട് എടുത്തു പിന്നെ ഈ പട്ടു സാരി എടുക്കാനും പട്ടുമുണ്ടെടുക്കാനും പട്ടുപാവാട എടുപ്പിക്കാനും ഓണപ്പൂക്കളം ഇടാനും എല്ലാത്തിനും നമ്മളെ മുസ്ലിം കുട്ടികളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിന്നെ അതിന് എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കുകയാണ്. ഓണപ്പൂക്കളം ഇടുകയാണ് സ്ഥാപനങ്ങളിലും, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, പിന്നെ വാണിജ്യ സ്ഥാപനങ്ങളാകട്ടെ, അതിന് മുസ്ലിങ്ങൾ കൂടിക്കൊടുക്കുകയാണ്. അതിന് മതസൗഹാർദ്ദം എന്നാണ് പേര്. അതിന് മതസൗഹാർദ്ദം അതാണോ? എല്ലാ മതത്തിൽ നിന്ന് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, അബിയൽ പരുവത്തിലാകണം മതസൗഹാർദ്ദം? അതല്ല, മനുഷ്യന്മാർ സൗഹാർദ്ദത്തിലാവണം, മനുഷ്യന്മാർ സൗഹാർദ്ദത്തിലാകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അയൽവാസി ഏത് മതക്കാരനാകട്ടെ, അശരണരായ ആൾ ആരാകട്ടെ, ഒപ്പേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ അവൻ ആരാകട്ടെ, അവന് മതം നോക്കേണ്ട ആവശ്യമില്ല, അവനെ സഹായിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ എല്ലാ മതത്തിൽ നിന്നും കുറേ അങ്ങോട്ട് എടുക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക, അതാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ റസൂലെ നിങ്ങൾ പറയണം, ഖുൽ നബിയെ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതിനല്ല. വീണ്ടും ആവർത്തിച്ചു, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കും, നിങ്ങളും ആരാധിക്കണ്ട. വീണ്ടും ആവർത്തിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഒരു കോംപ്രമൈസും ഇല്ല. ചില ആളുകൾ ഈ ആയത്തിന് വരെ ദുർവ്യാഖ്യാനിച്ചു. ഏത് മതം ആർക്കും സ്വീകരിക്കുക, ലക്കും ദീനക്കും വലിയ ദീൻ എന്നല്ലേ? നിങ്ങൾ ആ മതം സ്വീകരിച്ചു, അതല്ല അതിൻ്റെ അർത്ഥം. ഈ ദഅവത്തൊക്കെ നടത്തുന്ന, പ്രബോധനമൊക്കെ നടത്തുന്ന സമയത്ത് ഇതാണ് ശരി എന്ന് പറയുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത ആയത്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അപ്പോ സഹോദരന്മാരെ, മറ്റു മതത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതിലോട് താതാത്മ്യം പുലർത്താൻ പാടില്ല. മറ്റു മതസ്ഥരുടെ വസ്ത്രധാരണ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുങ്കുമവസ്ത്രം ഇട്ട് ഒരാൾ വന്നു, കുങ്കുമവസ്ത്രം തുണി ധരിച്ചു വന്നു. റസൂലുള്ള പറഞ്ഞു, ഇത് ധരിക്കാൻ പാടില്ല, ഇത് കുഫാറുകളുടെ വസ്ത്രമാണ്. സ്വഹീഹ് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലപാടുണ്ട്, ഇത് അംഗീകരിച്ചു കൊടുക്കണം. ഈ ലിബറലുകളായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ചാനലുകളായിട്ടുള്ള ആളുകളൊക്കെ അതിൽ ലിബറൽ ഫാസിഷമാണ് അവിടെ നടക്കുന്നത്. അതിൽ ഫാസിസ്റ്റുകളാണ് നമ്മൾ. എല്ലാവരും എല്ലാം കൊണ്ടെടുക്കണം, ഇവരാണോ തീരുമാനിക്കല്? ചാനലുകാർ അതേപോലെ തന്നെ ചില ലിബറൽ വാദികൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അത് ആഘോഷിക്കണം, അവരെല്ലാവരും ഇത് ആഘോഷിക്കണം, അവർ തീരുമാനിക്കണം. അതും ഫാസിസം. എന്ത് തിന്നണമെന്നോ, എന്ത് കുടിക്കണമെന്ന്, എന്ത് ഉടുക്കണമെന്ന് ഈ പറയപ്പെട്ട സംഘപരിവാർ ശക്തികൾ പറയുമ്പോൾ അതിനെതിരെ പറയുന്ന ആളുകൾ തന്നെ, നിങ്ങളെന്താ ഓണാഘോഷിക്കാത്തത്, നിങ്ങൾക്ക് എന്താ അതിൽ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നതിനെതിരെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നാട് നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം നമുക്ക് അതിന് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. കൃത്യമായി നമ്മൾ പല ഖുതുബകളിലൂടെയും നമ്മൾ പ്രഭാഷണങ്ങളിലൂടെ കേട്ടതാണ്. എന്താണ് ഓണം എന്നുള്ളത്? ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലെ ഒരു മുഹൂർത്തത്തിൽ വാമനമൂർത്തിയായി ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചു. അങ്ങനെ ആ ഭഗവാൻ അവതരിച്ച ദിവസമാണ് തിരുവോണ ദിവസം. അന്നേ ദിവസം വാമനമൂർത്തിയായ ഭഗവാന് പൂജ കഴിച്ച് വീടുകളെല്ലാം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മഹാബലി വരുന്നു. മഹാബലി തമ്പുരാനെ പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരും നല്ല വസ്ത്രം ഇടുന്നു, അതേപോലെ തന്നെ അത്തപ്പൂക്കളം ഇടുന്നു.
മഹാബലി വന്ന് ബറക്കത്ത് കൊടുക്കുന്നു, ഐശ്വര്യം നേടുന്നു. ഇതൊക്കെ ശരിക്കും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, അത് സ്കൂളല്ലേ, കോളേജല്ലേ, നമ്മളെ കുട്ടികളല്ലേ, ഓണപരിപാടിയല്ലേ, കുഫറിന്റെ പ്രവർത്തനമാണ്. മുഅ്മിന് പറ്റൂല. ചെയ്യണോ ചെയ്യട്ടെ, അത് ആർക്കും ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമിന് പറ്റില്ല. പരലോകത്ത് ജയിക്കണോ, രക്ഷപ്പെടണോ, പടച്ചന്റെ മുമ്പിൽ ഇന്നനിയാന മുസ്ലിമോൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, തവഫനി മുസ്ലിമൻ, പടച്ചോനെ ഇന്ന് മുസ്ലിമായി കൊണ്ട് വരിപ്പിക്ക് എന്ന് പറയുന്നവൻ, മറ്റുള്ള മതസ്ഥ വൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കന്മാരുടെ മാർഗത്തിലാണ് എന്ന് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മുഅ്മിൻ, അവന് പിന്നെ മറ്റുള്ളവരെ എതിർക്കാൻ പാടില്ല. അതാണ് നിലപാട് സഹോദരന്മാരെ. ഈ നിലപാടിൽ ഒരു തീവ്രവാദവും ഇല്ല, ഭീകരവാദവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടേതായ ആദർശങ്ങൾ സ്വീകരിക്കുക. മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യപ്പെട്ടാൽ അവരുടെ ആഘോഷങ്ങളിലോ വസ്ത്രധാരണത്തിലോ അവരുടെ ഇബാദത്തുകളോ അവൻ അവരിൽപ്പെട്ടവനാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തത്തബിഅന്ന സന്നമൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ളുബ്ബിൻ ലസലക്തുമൂഹു. മറ്റുള്ള മതസ്ഥരുടെ അവരുടെ ആചാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിങ്ങൾ ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അത്ര അപജയം മുസ്ലിമീങ്ങൾക്കിടയിൽ, മുസ്ലിം നാമധാരികൾക്കിടയിൽ ഉണ്ടാകും. അതുണ്ടാകാൻ നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആർക്കും എന്തും ചെയ്യും, ഏത് മാപ്പിളക്കും ചെയ്യും, ആർക്കും ചെയ്യും. പക്ഷെ പരലോകത്ത് ജയിക്കണം. സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, പരലോകത്ത് ജയിക്കണം. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. തവഫനി മുസ്ലിമൻ, പടച്ചോനെ ജിന്ന് മുസ്ലിമായി മരിപ്പിക്ക് റബ്ബേ. എന്നെയും എൻ്റെ മക്കളെയും മുഅ്മിനായി മുസ്ലിമായി ജീവിപ്പിക്ക് റബ്ബേ. എനിക്ക് സ്വർഗം പടച്ചോനെ, നിന്റെ സ്വർഗലോകത്ത് കാലുകുത്താനുള്ള, ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി പലതും ബലി കഴിക്കുന്ന ഞാനും നിങ്ങളുമാകുന്ന മുസ്ലിമുകൾ, ആ മുസ്ലിങ്ങൾക്ക് പറ്റിയ ഏർപ്പാടല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ഇസ്സത്തോടു കൂടി ജീവിക്കാനും ആ നിലയ്ക്ക് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله